ആ രീതിയിൽ എനിക്ക് അഭിനയത്തിനോടൊന്നും അങ്ങനെ ഒരു പാഷൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നാടക ശില്പശാലയായിരുന്നു. ഇതൊന്നും എനിക്കറിയില്ല. ആദ്യം എനിക്ക് പോകാൻ വലുതായപ്പോൾ എനിക്ക് ഇത്തിരി കൂടെ പോകാൻ ചമ്മല്ല. ചെറുതായിരിക്കുമ്പോൾ പിന്നെയും എന്തിനെങ്കിലുമൊക്കെ കൂടുമായിരുന്നു. പക്ഷെ അപ്പോഴും അഭിനയത്തിനോട് എനിക്കൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഈ വേസ്റ്റ് കൂരയിൽ കിടക്കുന്ന ഒരു സീരിയലെന്ന് പറഞ്ഞിട്ട് ഇവർ ശരിക്കും തിരുവനന്തപുരത്തുള്ളവരൊക്കെ കഴിച്ചു തുപ്പണ വേസ്റ്റിൽ കൊണ്ടിട്ട് വരാം. അപ്പോഴും ഞാനതൊരു ഷോർട്ട് ഫിലിം ആണെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. എൻ്റെ വിചാരം എനിക്കറിയില്ല ഇതൊരു ആന്തോളജി ആണ്, ഇതൊരു ഫീച്ചർ ഫിലിമായിട്ട് ഇവിടെ ഇറങ്ങുന്നതെന്ന് എനിക്കറിയില്ല ആദ്യം പോകുമ്പോൾ. ആ ഒരു പൂർണ്ണതയിൽ ആ ഒരു ഗ്രാഫിൽ അത്രയും സമയം നമ്മൾ ആ ആളായി മാറി നിൽക്കാനും ക്രോണോളജിക്കലി ഷൂട്ട് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ സിനിമയുടെ അവസാനം ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യും. ഏത് ഭാഗം ചോദിച്ചാലും അപ്പം അത് ചെയ്യാൻ പറ്റണം എന്നുള്ള പോലെയാണ്. ഒരുപാട് ആക്ടേഴ്സ് നമ്മുടെ ഇവിടെ ഒന്നായി പെർഫോം ചെയ്യുന്നവരൊക്കെ ഉണ്ടില്ല എന്ന് ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ പ്രോസസ്സ് ആസ്വദിക്കാൻ പറ്റും. പല ഡയറക്ടേഴ്സ് ആകുമ്പോൾ പല രീതിയിലുള്ള അഭിനയം ആവശ്യപ്പെടാം. അപ്പോൾ അവർ ഒരു ഫോട്ടോയും ഇതൊക്കെ ഇട്ടു. അപ്പോൾ അതിൽ നിന്ന് ആളുകൾ വിളിക്കും, ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഇങ്ങനെ നേരെയുള്ള അല്ലെങ്കിൽ പ്രൊഫൈൽ ഇങ്ങനത്തെ ഫോട്ടോ അതൊക്കെ ഇടും. ഞാൻ നാടകം കളിക്കാൻ എൻ്റെ വീട്ടിൽ നിന്ന് വിട്ടത് കൊണ്ടും പല അങ്ങനത്തെ പ്രിവിലേജ് എനിക്ക് ഉള്ളത് കൊണ്ടാണ് അത് പറ്റിയത്. നമ്മൾ ഇടുന്ന എഫേർട്ട് ശരിക്കും ആ സിനിമ എന്ന് പറയുന്ന സിനിമയോടുള്ള ആകർഷണമാണോ, അതോ പ്രശസ്തിയോടുള്ള ആകർഷണമാണോ, അതോ അഭിനയത്തിനോടുള്ള ആകർഷണമാണോ? ഹായ്, ഞാൻ ടി ആർ ഷംസുദ്ദീൻ. ഡ്രീം ക്യാച്ചറിൻ്റെ 0 to 1 സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമയും അഭിനേതാക്കളും ഇന്ന് അതിർത്തികൾ ഭേദിച്ച് ലോകം മുഴുവൻ അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് മലയാള സിനിമയ്ക്ക് ലഭിച്ച ഒരു പൊൻതൂവലാണ് കാൻസ് ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്സിലെ മലയാളി സാന്നിധ്യം. അങ്ങനെ മലയാള സിനിമയുടെ അഭിമാനമായി മാറിയ ഒരു ആക്ടറാണ് ഇന്നത്തെ സെഗ്മെൻറ്റിൽ നമ്മുടെ അതിഥി. 2009 തുടങ്ങിയ സിനിമാ യാത്രയിൽ ഷിക്കാർ, കേരള കഫേ, ഇന്ത്യൻ പ്രണയകഥ, ബിരിയാണി എന്നിങ്ങനെ 50-ൽ അധികം സിനിമകളിലും വെബ് സീരീസുകളിലും അഭിനയിച്ചു മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, സൗത്ത് ഫിലിം ഫെയർ അവാർഡ്, മോസ്കോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ബ്രിക്സ് അവാർഡ് എന്നിങ്ങനെ നിരവധി അവാർഡുകൾ ആണ് ഇവർ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇനിയും ഒരുപാട് നല്ല സിനിമകളും വെബ് സീരീസുകളുമാണ് ഇവരുടേതായി വരാനിരിക്കുന്നത്. ഒരു ആക്ടർ എന്ന നിലയിൽ ഖനി ഖുസ്തി ഒരുപാട് ഉയരങ്ങളിലാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഇന്നത്തെ മലയാള സിനിമയിലെ ശക്തമായ സ്ത്രീ സ്വാന്നിധ്യം ഖനി ഖുസ്തിയെ. പൊതുവേ നമുക്ക് പാഷനുള്ള കാര്യങ്ങളൊക്കെ കുട്ടിക്കാലത്ത് തന്നെ കുറച്ച് തോന്നും മനസ്സിൽ. ആ രീതിയിൽ എനിക്ക് അഭിനയത്തിനോടൊന്നും അങ്ങനെ ഒരു പാഷൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഡാൻസ് കളിക്കാനും എന്തെങ്കിലും പാട്ട് കേൾക്കുമ്പോൾ ഡാൻസ് കളിക്കാനും ഇഷ്ടമാണ്. പിന്നെ മ്യൂസിക്കിനോടൊരു ഇഷ്ടമുണ്ടായിരുന്നു. എനിക്കൊരു 8-9 വയസ്സുള്ള സമയത്ത് എൻ്റെ അച്ഛൻ മൈത്രേയനാണ് എന്നെ അവിടെ ഒരു നാടക ശില്പശാല നടക്കുന്നുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നാടക ശില്പശാലയായിരുന്നു. ഇതൊന്നും എനിക്കറിയില്ല. എന്നോട് മൈത്രേയൻ വന്നിട്ട് പറഞ്ഞു, നീ ഒരു ആഴ്ചത്തേക്കുള്ള ബാഗ് പാക്ക് ചെയ്ത് വെച്ച് പോരെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇതുപോലെ മൈത്രേയുടെ നാട് ഹരിപ്പാട്, അവിടെ അപ്പൻ്റെ അടുത്തേക്ക് പെട്ടെന്നെങ്ങാനും പോകാനായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം അതൊന്നുമല്ല, എളുപ്പം വാന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അവിടെ കൊണ്ട് വിടുമ്പോൾ ഞാനായിരുന്നു അവിടെ ഏറ്റവും ഇളയ ഒരാൾ. ബാക്കി എല്ലാവരും 18 വയസ്സെങ്കിലും ഉള്ള ചേച്ചിമാരും, എനിക്ക് ആകെ 10 വയസ്സേ ഉള്ളൂ. ബാക്കി എല്ലാവരും വലിയ വലിയ ആൾക്കാരും. അപ്പോൾ ഒരു ഫ്രഞ്ച് നാടക ഗ്രൂപ്പിൻ്റെ ഫ്രാൻസ് എന്നുള്ളൊരു സ്ത്രീയാണ് നമുക്ക് പപ്പറ്റ് ഉണ്ടാക്കാനും മാസ്ക് ഉണ്ടാക്കാനും ഒക്കെ പഠിപ്പിക്കുന്നു. പിന്നെ ഒരു പ്രോപ്പർട്ടികൾ ഇങ്ങനെ ഒരു മെഴുകുതിരി തന്നിട്ട് പറഞ്ഞു, ഇത് പല കാര്യങ്ങളായിട്ട് ഉപയോഗിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ്. അത് ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു. കാവാലം നാരായണ പണിക്കർ സാർ അദ്ദേഹമൊക്കെ വന്നിരുന്നു. പല 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 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ചിലതിനൊക്കെ ഞാൻ കിടന്ന് ഉറങ്ങി. തിയറി ആയിട്ടുള്ള ക്ലാസ്സിനൊക്കെ ഞാൻ കിടന്ന് ഉറങ്ങി. കാരണം എനിക്കത് എന്താണെന്ന് പോലും മനസ്സിലായില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് തോന്നിയിരുന്നു. എനിക്ക് തോന്നുന്നു അപ്പോഴും അഭിനയം എന്ന് പറഞ്ഞൊരു കാര്യത്തിനോടൊന്നും എനിക്കൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ നാടകം കളിക്കുമ്പോൾ നമ്മുടെ ചിന്തയും നമ്മുടെ മനസ്സൊക്കെ ഒരു കുട്ടിയായിരിക്കും പോലും നമ്മളത് ഒരുപാട് വികസിക്കും. നമ്മളെക്കൊണ്ട് പല രീതിയിൽ നമ്മൾ പൊതുവേ ചിന്തിപ്പിക്കാത്ത കാര്യങ്ങൾ ചിന്തിപ്പിക്കും, നാടകത്തിൻ്റെ എക്സസൈസുകളാണെങ്കിലും ഒക്കെ. അപ്പോൾ ആ വർക്ക്ഷോപ്പ് തീർന്ന് അവസാനത്തെ ദിവസം അവർ പറഞ്ഞു, ഒരു നാടകമുണ്ട്, അത് കാണാൻ പോവാം എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ ഞാൻ ആദ്യമായിട്ട് കണ്ടൊരു വലിയ നാടകം. ചിലപ്പോൾ കുട്ടിക്കാലത്ത് എന്തെങ്കിലുമൊക്കെ നാടകം മൈത്രേനും എൻ്റെ അമ്മ ജയശ്രീശിയും കൊണ്ടുപോയിട്ടുണ്ടാവും. പക്ഷെ അതെനിക്ക് ഓർമ്മയില്ല. ഇതാണ് എനിക്ക് ശരിക്കും ഓർമ്മയുള്ള ഒരു നാടകം ആദ്യം കണ്ടത്. അത് ഒഡീസിയസ് എന്ന് പറയുന്ന എപ്പിക് എടുത്തിട്ട് ഒരു ഫ്രാൻസിൽ നിന്ന് വന്ന ഇതേ ഗ്രൂപ്പുകാർ, ഫുഡ്സ് ബാർ എന്ന് പറയുന്ന അവർ, ഇന്ത്യയിലുള്ള ചില ആക്ടേഴ്സ് മലയാളികളുണ്ടായിരുന്നു. ശ്രീലത ചേച്ചി, അങ്ങനെ രഘുചേട്ടൻ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. പിന്നെ ജപ്പാൻ, ഫ്രഞ്ചുകാർ. അപ്പോൾ ഇവരെല്ലാം പല ഭാഷ സംസാരിച്ചൊരു നാടകം. ആ നാടകം ഒരു എന്താ പറയുക,
ഒരു വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു കാര്യം കാണുന്ന പോലെയായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ നിശാഗന്ധി മുഴുവൻ മണലിങ്ങനെ കടപ്പുറം പോലെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കടലിൻ്റെ ശബ്ദം ഇങ്ങനെ അവർ ഒരു സ്പീക്കറിൽ ഇട്ടിട്ടുണ്ട്. നമ്മളൊരു 5-5:30 ചെല്ലുമ്പോഴും ഇതാണ് കേൾക്കുന്നത്. 6-7 മണിക്കാണ് നാടകം തുടങ്ങുന്നത്. ആക്ടേഴ്സ് എല്ലാം പല ഭാഷ പറയുന്നുള്ളപ്പോഴും എനിക്കറിയാത്ത ഭാഷ സംസാരിക്കുമ്പോൾ പോലും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടായിരുന്നു, അത്രയും ചെറിയ പ്രായത്തിൽ പോലും. അപ്പോൾ എന്നെ അത് അതിശയിപ്പിച്ചു. ആ സമയത്ത് നാടകത്തിനോട് എന്തോ ഒരു കൗതുകവും, ഇങ്ങനെയൊക്കെയാണോ നാടകങ്ങൾ, അപ്പോൾ എന്ത് രസമാണെന്നൊക്കെ ഞാൻ കുട്ടിക്കാലത്ത് വിചാരിച്ചു. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞാൻ സംസ്കൃതം പഠിക്കുമ്പോൾ കാവല സാറിന് അവിടെ നിന്ന് ഈ കർണഭാരം പഠിപ്പിക്കാനും മധ്യമവ്യാഗം, അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ ഒരുപാട് നാടകം കളിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ലെവലിനൊക്കെ. അപ്പോൾ ഗിരീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാറ് അവിടുന്ന് സോപാനത്ത് നിന്ന് വരുമായിരുന്നു. ഇതൊക്കെ ഉള്ളപ്പോഴും ഇതെല്ലാം ഒരു സൈഡിൽ ഇങ്ങനെ ചെയ്യുന്നൊരു കാര്യം രസകരമായ ഒരു കാര്യമാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ കുറേ നാടകങ്ങളൊക്കെ കാണിക്കാനും എൻ്റെ അച്ഛനമ്മയും കൊണ്ടുപോകായിരുന്നു. ഇതുപോലെ തന്നെ തൃശ്ശൂർ വിമൻസ് തിയേറ്റർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം നടക്കുകയും, അപ്പോഴൊക്കെ ഇതൊരു കാഴ്ചക്കാരി പിന്നെ ഇടയ്ക്ക് ഒരു രസത്തിന് ഉണ്ട് എന്നുള്ള പോലെയാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ അവസാനം 15 വയസ്സിലപ്പോൾ ഒരു നാടകം കളിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇതുപോലെ വിളിച്ചപ്പോൾ ആദ്യം എനിക്ക് പോകാൻ, വലുതായപ്പോൾ എനിക്ക് ഇത്തിരി കൂടെ പോകാൻ ചമ്മല്ല, ചെറുതായിരിക്കുമ്പോൾ ഞാൻ പിന്നെയും എന്തിനെങ്കിലുമൊക്കെ കൂടുമായിരുന്നു. അപ്പോൾ ആദ്യം വിളിച്ചത് ഒരു താത്രിക്കുട്ടിയുടെ കഥ ഹിന്ദിയിൽ ചെയ്യുന്നത് ശൈലജ എന്ന് പറയുന്നൊരു ചേച്ചി ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ദീപൻ എന്ന് പറഞ്ഞ എനിക്ക് ഒരു ചേട്ടൻ അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനൊക്കെ ചെയ്യുന്ന, അതിന് വിളിച്ചപ്പോൾ ഞാൻ ചമ്മലാണ്ട് പോയില്ല. അത് ഹിന്ദിയിലായിരുന്നു ആ നാടകം, പിന്നെ ഹിന്ദി അറിയൂല, അപ്പം ഞാൻ അതൊക്കെ പറഞ്ഞ് ഒഴിവായി. രണ്ടാമത് അഭിനയ എന്ന് പറയുന്ന നാടക സംഘം, അവിടെയുള്ള ഇതുപോലെ തന്നെ രഘുചേട്ടൻ എന്നെ മൈത്രേനെയും ജയശേഷിയും അറിയാം. അപ്പോൾ അവരെ അറിയാമ്പോൾ അവരെ വിളിച്ചിട്ട് കനിയെ വിടുവോ എന്ന് ചോദിച്ചിട്ട്, എനിക്കിങ്ങനെ അഭിനയിക്കാനുള്ളൊരു ഇതൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അവരിങ്ങനെ പെൺകുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും വീട്ടിൽ നിന്ന് അങ്ങനെ വിടില്ല, അന്ന് നാടകത്തിനൊന്നും അഭിനയിക്കാൻ ഒരു പക്ഷേ വിടില്ല. അപ്പോൾ ആ ഒരു ഇതുള്ളതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് അങ്ങനത്തെ കുഴപ്പമില്ലാത്തതുകൊണ്ട് വിടുമോ എന്ന് അവർ ചോദിച്ചു, നാടകക്കാർ ചോദിച്ചു. അപ്പം എനിക്ക് പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പലയിടത്തും അതെങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കി. അപ്പോൾ ജയശ്രീ ഒരു ദിവസം ചോദിച്ചു, നിനക്ക് പോവണ്ടാത്തതുകൊണ്ടാണോ നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത്? അപ്പം ഞാനിങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, നീ പോയിട്ട് ഇഷ്ടമില്ലെങ്കിൽ ചെയ്യണ്ട, പക്ഷെ പോയി നോക്കൂ, ഒരു കാര്യത്തിൽ പോയി നോക്കുമ്പോഴല്ലേ നമുക്ക് അറിയുള്ളൂ ശരിക്കും അത് ഉണ്ടോ ഇഷ്ടമുണ്ടോ ഇല്ല. അങ്ങനെ ഞാൻ പോയി. അതൊരു കോമഡി നാടകമൊക്കെയായിരുന്നു. അത് കോമഡിയും പിന്നെ ഡാൻസൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ഇഷ്ടമായി. പക്ഷെ അപ്പോഴും അഭിനയത്തിനോട് എനിക്കൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അതേ സമയത്ത് തന്നെ ഇതുപോലെ സീഡിറ്റ് എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് അവിടെ വിധു ചേച്ചിയും ശ്രീബാല ശ്രീബാല ചേച്ചി ഇപ്പോഴത്തെ സംവിധായകരാണ്, ഇവരൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഡിപ്ലോമ സിനിമയ്ക്കൊക്കെ ചെറിയ ചെറിയ സാധനമൊക്കെ ചെയ്യാനും വിളിക്കാറുണ്ട് ക്യാമറയ്ക്ക് മുമ്പിലും. അപ്പോൾ അതും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ലെനിൻ രാജേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ അന്യർ എന്ന് പറയുന്നൊരു സിനിമയ്ക്കാണ് ആദ്യമായിട്ടൊരു അങ്ങനെ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്യാൻ വിളിക്കണേ. അത് ഞാൻ 12th 11th പഠിക്കുകയാണ്, പരീക്ഷയുടെ സമയമാണ്. പരീക്ഷയുടെ ഇടയ്ക്ക് വെച്ച് ഒരു ദിവസം പഠിക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോയി ചെയ്തതാണ്. അതിന് ശേഷം ഒക്കെ എന്നെ വിളിച്ചിട്ടുള്ള ഒരു സിനിമയ്ക്ക് ഞാൻ പോയി, ഇതിന് പോലെ ഒരു മുഴുനീള കഥാപാത്രമായിരുന്നു. പക്ഷെ എനിക്കതിൻ്റെ അനുഭവം എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു അനുഭവമൊന്നും ആയിരുന്നില്ല. ഞാൻ എന്താ പറയുക, അവരെന്തെങ്കിലും എന്നെ മോശമായിട്ട് പെരുമാറി എന്നുള്ളതോ അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് അഭിനയിക്കേണ്ടതെങ്കിൽ, അതായത് സിനിമാക്കാരുടെ ഒരു പെരുമാറ്റവും പിന്നെ നമ്മൾ ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടി വന്ന കാര്യങ്ങളൊക്കെ, അതായത് ഇങ്ങനെ ഒരു ഒട്ടും ഹൈജീൻ, അതായത് ഒരു ജഗതിയിൽ ഒരു ഫുൾ വേസ്റ്റ് ഇടുന്നൊരു സ്ഥലമുണ്ട്. ആ കഥാപാത്രം ഈ വേസ്റ്റ് കൂരയിൽ കിടക്കുന്ന ഒരു സീനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ശരിക്കും തിരുവനന്തപുരത്തുള്ളവരൊക്കെ കഴിച്ച് തുപ്പട ആ വേസ്റ്റിൽ കൊണ്ടിട്ടു തന്നെ. അപ്പം ഞാൻ വിചാരിക്കും ഇങ്ങനെയൊക്കെയാണോ അഭിനയിക്കുന്നത് എന്ന് വിചാരിച്ച് അപ്പം ഈ പറഞ്ഞ പോലെ 17 വയസ്സുള്ളൂ. അപ്പം എനിക്ക് അല്ലെങ്കിൽ തന്നെ അഭിനയത്തോടെ പാഷനിൽ എതിരായത് ചെയ്യണം. പിന്നെ ആ സിനിമ എങ്ങനെയൊക്കെയോ തീർത്ത് ഞാൻ ഓടി. പക്ഷെ ആ സിനിമ ഇതുവരെ പുറത്ത് വന്നിട്ടൊന്നും ഇല്ല തോന്നുന്നു. അതുപോലെ ഒരു ചെറിയ ഡയറക്ടറും ആദ്യമായിട്ട് ചെയ്യുന്ന അങ്ങനെ എന്തൊക്കെയായിരുന്നു. പക്ഷെ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാന്ന് തോന്നിയിരുന്നു അതിൻ്റെ ഒരു വർക്ക് ചെയ്ത രീതിയൊക്കെ. അപ്പോൾ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയൊക്കെയുള്ള തരം സിനിമകളുണ്ട്, ഏതൊക്കെ സിനിമകളിലാണ് ബെറ്റർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ വർക്ക് ചെയ്യാനുള്ളതെന്ന് നമുക്കന്ന് അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എന്നെ ആര് വിളിച്ചാലും ഞാൻ പോവില്ലായിരുന്നു, സിനിമയ്ക്ക് ഒട്ടും പോവില്ലായിരുന്നു. ഈവൻ ലോഹിതദാസ് സാറൊക്കെ ഇതുപോലെ ചക്രം എന്ന് പറയുന്ന സിനിമയിൽ ഒരു തമിഴ് ഒരു കഥാപാത്രം വേറൊരു കുട്ടിയാണ് ചെയ്തതെന്ന് തോന്നുന്നു, പിന്നെ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ വിളിച്ചപ്പോഴൊന്നും അദ്ദേഹം അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു ഇതുപോലെ. അപ്പോൾ വിളിച്ചു, ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. ഇത് 2009 വരെ പാലേരി മാണിക്യത്തിലൊക്കെ അങ്ങനെ പല സിനിമയിൽ ആക്ച്വലി അഭിനയിക്കാൻ വിളിച്ചിട്ട് എന്നെ ഒന്നിനും പോവാതെ ഒഴിഞ്ഞോടി പോവായിരുന്നു. പിന്നെ എനിക്കൊന്ന് അവസാനം ഈ ശങ്കർ രാമകൃഷ്ണൻ്റെ കേരള കഫേക്ക് വിളിക്കുമ്പോഴാണ് ഞാൻ പിന്നെ അത് എനിക്കൊന്ന് പാലേരി മാണിക്യത്തിന് വിളിച്ചുകൊണ്ട് ശങ്കർ രഞ്ജിത്ത് സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നുകൊണ്ട് ആ സമയത്ത് തന്നെ അറിയാവുന്നതുകൊണ്ടും നാടകങ്ങൾ കുറേ എൻ്റെ കണ്ടിട്ടുള്ളത് കൊണ്ടും അന്നൊക്കെ അങ്ങനെയാണ്. അല്ലെങ്കിലും നമ്മൾ പിന്നെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നാടകമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ സംവിധായകരൊക്കെ വരും, അവർ കാണും നമ്മുടെ പെർഫോമൻസ്, അങ്ങനെയാണ് വിളിക്കുക.
അങ്ങനെ അറിയാവുന്നതുകൊണ്ട് വിളിച്ചു. അപ്പോഴും ഞാനതൊരു ഷോർട്ട് ഫിലിം ആണെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. എൻ്റെ വിചാരം എനിക്കറിയില്ലായിരുന്നു ഇതൊരു ആന്തോളജിയാണ്, ഇതൊരു ഫീച്ചർ ഫിലിമായിട്ട് ഇവിടെ ഇറങ്ങുന്നതെന്ന് എനിക്കറിയില്ല. ആദ്യം പോകുമ്പോൾ കുറച്ച് ദിവസം ഷൂട്ട് തുടങ്ങിയപ്പോഴാണ് എനിക്കതൊക്കെ മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഞാൻ വളരെ ആകസ്മികമായിട്ട് ഇതിൽ എത്തപ്പെട്ടു. ഇങ്ങനെ അഭിനയിക്കാനൊന്നും പാഷൻ ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് അങ്ങനെയാണ് സിനിമയിലേക്ക് ആദ്യത്തെ. ഇപ്പോൾ ഈ കേരള കഫേയൊക്കെയാണ് അങ്ങനെ പറയാൻ, അല്ലെങ്കിൽ ലെനിൻ സാറിൻ്റെ അന്യതാണ് ആദ്യം ഇതുപോലൊരു ഒരു സീൻ മാത്രമാണ് അത് ചെയ്തതൊക്കെ. ഓഡിഷൻ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. അതിന് ഇപ്പം ഹിന്ദിയിലൊക്കെ ഞാൻ ചെയ്യുമ്പോൾ അവിടെ എന്തായാലും ഓഡിഷൻസ് ഉണ്ടാവാറുണ്ട്. അത് കുറച്ചും കൂടി പറഞ്ഞ പോലെ കാസ്റ്റിംഗ് സോഷ്യൽ മീഡിയയുടെ ഇപ്പം തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം വെച്ചിട്ടാണെങ്കിലും ഹിന്ദിയിൽ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആണ്. അവിടെ കാസ്റ്റിങ്ങിന് ഒരു ഏജൻസികളുണ്ട്, കാസ്റ്റിങ്ങിൻ്റെ ആളുകൾ തന്നെ. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് വന്നാൽ അവർ കഥ വായിച്ച് അവർക്കും അറിയാം ഏതൊക്കെ ആക്ടേഴ്സ് ഇതിന് പൊട്ടൻഷ്യലി ക്യാരക്ടർ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ അവർ വിളിക്കും, ഓഡിഷനൊക്കെ ഉണ്ടാവും. എനിക്ക് ഓഡിഷൻ പേഴ്സണലി ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ, ഒരു നടി എന്നുള്ള നിലയിൽ നമുക്ക് ഒരു കഥാപാത്രത്തിൻ്റെ മുഴുവനൊന്നും അറിയില്ല. ഇപ്പം വിശദീകരിച്ച് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടാവില്ല. അത്രയൊന്നും അറിയാതെ നമുക്കൊരു അവസരം കിട്ടുകയാണ്. ഒരു സീനോ അല്ലെങ്കിൽ 2 സീനോ വാലും തലയൊന്നും അത്ര അറിയില്ല. പക്ഷെ നമ്മുടെ മനസ്സിലുള്ളൊരു ഭാവന വെച്ചാണ് നമ്മൾ ഈ കഥാപാത്രത്തിനെയും ആ സിറ്റുവേഷനെയും കാണുന്നത്. അത് അഭിനയിക്കാനാണ് ഇഷ്ടമുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ചലഞ്ച്, ഒരു രസമല്ലേ. ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇൻ്റർപ്രറ്റ് ചെയ്ത് ഈ കഥാപാത്രത്തിനെ വേണമെങ്കിൽ അഭിനയിച്ച് അവർക്ക് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ചില സമയത്ത് അവർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ പറയും, അപ്പോൾ അത് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ ഞാൻ ചില സമയത്ത് ഓഡിഷൻ ചെയ്യുമ്പോൾ അവർ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ ഒരെണ്ണം ഞാൻ ചെയ്യും. പിന്നെ എനിക്കിഷ്ടമുണ്ടെന്ന് തോന്നിയൊരെണ്ണം ഞാൻ ചെയ്തു, 2 എണ്ണമൊക്കെ ചിലപ്പോൾ ഞാൻ അയച്ചു കൊടുക്കും. കാരണം അങ്ങനൊരു സാധ്യത നമുക്ക് സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല. കാരണം നമ്മുടെ ഡയറക്ടർ പറയുന്ന അതാണല്ലോ ചെയ്യാൻ നിൽക്കുന്നത്. നമ്മൾ ഈ കഥാപാത്രത്തിനെ കാണുന്നത് എങ്ങനെയാണെന്ന് കാണിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. പക്ഷേ ഓഡിഷൻ എപ്പോഴും ഒരു ആക്ടറിന് ഒരുപാട് സാധ്യത തരികയാണ്. അങ്ങനെ നമുക്ക് അതിനെ വേണമെങ്കിൽ 5 തരത്തിൽ ചെയ്യാം, 5 തരത്തിൽ ചെയ്ത് കാണിക്കാം ഇതേ സീൻ തന്നെ. കാര്യം നമ്മളതൊന്നും പറയില്ല. അതിപ്പോൾ അവർ വേണമെങ്കിൽ എടുത്താൽ മതി. നമുക്ക് ആ കഥാപാത്രം എന്തായാലും കിട്ടണം, ആ ഡയറക്ടർ ഉദ്ദേശിക്കുന്നത് ചെയ്യണം. അത് വേറൊരു ആഗ്രഹമാണ് അതിൽ. അതില്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് അതിനേക്കാളൊക്കെ ഓഡിഷൻ എന്നെ ആകർഷിക്കുന്നത് തലയും വാലും അറിയാതെ നമ്മളുടെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, അത് ചിലപ്പോൾ 1ഓ 2ഓ ആകാം, ചിലപ്പോൾ അതിൽ കൂടുതലാകാം, അത് ചെയ്യാനൊരു അവസരം. അഭിനയിക്കാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് അത് എന്തിനു വേണ്ടാന്ന് തോന്നുന്നു. നമുക്ക് അഭിനയിക്കാൻ എല്ലാ ദിവസവും രാവിലെ ഇന്ന് ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നുന്നൊരു കാര്യമല്ലേ. അപ്പം ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത്. നാടകത്തിൻ്റെയും സിനിമയുടെ ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, നാടകത്തിന് നമ്മൾ ഒരുപാട് ദിവസം റിഹേഴ്സൽ ചെയ്യും. നമ്മൾ പിന്നെ ഒന്നേന്ന് തുടങ്ങി അവസാനത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഒരു 0ത്തിൽ നിന്ന് തുടങ്ങി അവസാനത്തിലേക്ക് ആ ഒരു കഥ അതുപോലെ ആ ഒരു ഓർഡറിലാണ് അഭിനയിച്ച് തീരുന്നത്. പക്ഷേ അതിന് കട്ടുകളില്ല. നമ്മൾ തുടങ്ങിയാൽ തീരുന്നത് വരെ നമ്മൾ ആ മുഴുവൻ മനസ്സും കൊടുത്ത് അവിടെ തന്നെ നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ് നാടകത്തിന് എപ്പോഴും. ആ ഒരു പൂർണ്ണതയിൽ, ആ ഒരു ഗ്രാഫിൽ അത്രയും സമയം നമ്മൾ ആ ആളായി മാറി നിൽക്കാനും ഒക്കെയുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ എത്രയാണ്. ചിലപ്പോൾ ചിലർ 1 മാസമായിരിക്കും, 2 മാസമായിരിക്കും, 6 മാസം, 1 വർഷമൊക്കെ എടുക്കുന്ന പ്ലേകൾ വരെ ഉണ്ട്. അതിൻ്റെ കോംപ്ലിക്കേഷനും അതിൻ്റെ ഡിമാൻഡൊക്കെ അനുസരിച്ച്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തഴക്കം വന്ന് ചിലപ്പം 2 മണിക്കൂറുള്ള പ്ലേ ആയിരിക്കാം, ചിലത് 3 മണിക്കൂറുള്ള പ്ലേ ഒക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഒരു നാടകം ചെയ്യുന്നത്. സിനിമയ്ക്ക് പലപ്പോഴും നമ്മൾ ഈ കഥ വായിക്കുന്നു, ഡയറക്ടറുമായിട്ട് സംസാരിക്കുന്നു. ഐഡിയലി എനിക്ക് കുറച്ച് പ്രിപ്പയർ ചെയ്യാൻ സമയമുള്ളതും ഒരു ചെറിയ റീഡിങ് സെഷനോ അല്ലെങ്കിൽ ഒരു ചെറിയ റിഹേഴ്സലൊക്കെ ഉള്ളത് ഇഷ്ടമാണ്. കാരണം നമുക്കൊരു പലപ്പോഴും ഞാൻ ആക്ടേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്, പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ ജസ്റ്റ് വായിച്ച് ഡയറക്ടറുമായിട്ട് ഒരിക്കൽ മിണ്ടിയിട്ട് നേരെ സെറ്റിൽ ആദ്യത്തെ ദിവസം ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ പലപ്പോഴും 4ാമത്തെയോ 5ാമത്തെ ദിവസം ആകുമ്പോഴാണ് നമുക്ക് ഇപ്പോഴാണ് എനിക്ക് കഥാപാത്രം മനസ്സിലായി തുടങ്ങിയെന്നൊക്കെ തോന്നും. അപ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നൊരു 4-5 ദിവസം ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു റീഡിങ് എന്തൊക്കെ വേണം. അപ്പോഴാണ് നമുക്ക് ആദ്യത്തെ ദിവസമേ ആ കഥാപാത്രം കിട്ടുന്ന പോലെ തോന്നും. അപ്പോൾ എനിക്കത് സിനിമയിൽ നല്ല റൈറ്റായിട്ട് റിസോഴ്സസ് ഉപയോഗിക്കുന്ന ആളുകൾ ഈ റിഹേഴ്സലിന് വേണ്ടി ഇത് കൊടുക്കാറുണ്ട്. ചില ഡയറക്ടേഴ്സ് അങ്ങനെയാണ്. അത് നന്നായിട്ട് ആ സിനിമയെയും ആക്ടേഴ്സിനെയും സഹായിക്കുന്ന പോലെയും എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലായ്പ്പോഴും അത് പറ്റാറില്ല. പക്ഷേ അങ്ങനെയുള്ളപ്പോൾ പോലും സിനിമയുടെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പോൾ ക്രോണോളജിക്കലി ഷൂട്ട് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ സിനിമയുടെ അവസാനം, ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യും. അപ്പോഴും നമ്മൾ എപ്പോഴും ആ കഥ എന്തായിരുന്നു എന്നും ഈ കഥയിൽ ഈ കഥാപാത്രം ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു ഐഡിയയിൽ വേണം ചെയ്യാൻ. അപ്പോൾ എങ്ങനെയാണ് ആ കണ്ടിന്യൂറ്റി, ആ ഒരു മാനസികാവസ്ഥ കഥാപാത്രത്തിൻ്റെ പലതും, ആളുടെ സ്പീഡ് എന്തായിരിക്കും, ആ ആളുടെ ഒരു ആ സമയത്തെ എല്ലാം ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ അയാളുടെ ചിലപ്പോൾ അയാളുടെ ശബ്ദം ആ സമയത്ത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ആ ഗ്രാഫിലെ ഏത് ഭാഗം ചോദിച്ചാലും അപ്പം അത് ചെയ്യാൻ പറ്റണം എന്നുള്ള പോലെയാണ്. ഇപ്പം നാടകത്തിലാണെങ്കിൽ അങ്ങനെ നമ്മൾ റിഹേഴ്സൽ ചെയ്യും. ചിലപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് ഏതെങ്കിലും ആയിരിക്കും ചെയ്യാം. പക്ഷെ ഞങ്ങൾക്ക് അത് കുറച്ചുകൂടെ ചെയ്യാൻ പറ്റാറുണ്ട്. കാരണം നമ്മൾ 1 മുതൽ അവസാനം വരെ ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ കയ്യിൽ അതുണ്ട്.
ഇപ്പോൾ പായലിൽ ഇപ്പോൾ ചെയ്തൊരു സിനിമ പായലിലാണെങ്കിൽ നമ്മൾ ഒരുപാട് റിഹേഴ്സൽ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഗുണം എനിക്ക് തോന്നിയത് ക്രോണോളജിക്കൽ അല്ല അത് ഷൂട്ട് ചെയ്തത്. അവിടെ ഇവിടെ ആണെങ്കിലും പലതവണ റിഹേഴ്സൽ ചെയ്തതുകൊണ്ടും അത്രയും അത് അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ ചോദിച്ചാലും അതെന്താ സീൻ എന്നുള്ളത് നല്ലപോലെ ഉള്ളിൽ കിടന്നു. അപ്പോൾ എനിക്ക് പലപ്പോഴും എന്തെങ്കിലും സിനിമയ്ക്കും അങ്ങനെ ഒരു റിഹേഴ്സലൊക്കെ കുറച്ച് ഉള്ളത് ഒരുപാട് ഒരു ആക്ടറിൻ്റെ നല്ല പെർഫോമൻസിനെ നല്ല ഒരു ലെവലിലേക്ക് എത്തിക്കാനും ഒക്കെ സാധിക്കാം. പിന്നെ അതൊന്നും ഇല്ലാത്തപ്പോഴും ഒരുപാട് ആക്ടേഴ്സ് നമ്മുടെ ഇവിടെ നന്നായി പെർഫോം ചെയ്യുന്നവരൊക്കെ ഉണ്ടില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ആ പ്രോസസ്സ് ആസ്വദിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു വ്യത്യാസം എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ളത് ആ ഒരു ഏത് ഓർഡറിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടേക്ക് എത്തുന്ന ഒരു ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് കിടക്കുന്നതിനെ പിന്നെയാണ് കൂട്ടിച്ചേർക്കുന്നത്. പിന്നെ അതിൽ നമ്മൾ എന്ത് പെർഫോം ചെയ്താലും ഒരു എഡിറ്റർക്ക് അതിൻ്റെ മിഴിവ് അതിനനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. അപ്പം നമ്മുടെ കയ്യിലുമല്ല മുഴുവനും. നാടകത്തിൽ പലപ്പോഴും ആക്ടറിൻ്റെ കയ്യിൽ തന്നെയാണ് ആ പെർഫോമൻസിൻ്റെ ചരട് മുഴുവൻ ഇരിക്കുന്നത്. കാരണം നമ്മൾ സ്റ്റേജിൽ കയറിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് അത് മൊത്തം കൊണ്ടുപോകുന്നത്. സിനിമയിൽ ഒരാക്ടർ മാത്രമല്ല, എത്ര പറഞ്ഞാലും അതിൻ്റെ സിനിമാറ്റോഗ്രാഫറും പിന്നെ എഡിറ്റർ അവർ കൊടുക്കുന്ന ആ സമയം, ഒരാൾ ഒരു ഉത്തരം ഒരു കൂടെയുള്ള കഥാപാത്രം പറഞ്ഞതിൻ്റെ റെസ്പോൺസ് എടുക്കുമ്പോൾ പോലും നമ്മളാ നോക്കുന്നതിൻ്റെ 3 സെക്കൻഡാണ് ഞാൻ നോക്കുന്നതും 5 സെക്കൻഡ് നോക്കുന്നതിന് അർത്ഥം മാറും. അപ്പോൾ പലപ്പോഴും ആ എഡിറ്റർ ചെയ്യുന്നതനുസരിച്ചാണ് ഇതിൻ്റെ ആഴവും മിഴിവും ഒക്കെ മാറിത്തിരിയുന്നത് എനിക്ക് എപ്പോഴും തോന്നും. ഇങ്ങനെയൊക്കെയുള്ള സിനിമ മറ്റൊരു മീഡിയം തന്നെയാണ് ആ രീതിയിൽ. പക്ഷേ ഒരു ആക്ടറിൻ്റെ പേഴ്സ്പെക്റ്റീവ് നമ്മൾ പെർഫോം ചെയ്യുന്ന തരത്തിൽ നോക്കുമ്പോൾ എല്ലാം അഭിനയം തന്നെയാണ്. അത് ഏത് മീഡിയം ഏത് ഇതിൽ പെർഫോം ചെയ്താലും ഒരു ആക്ടർ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിൽ ഫോമുകൾ മാറാം, പല ഡയറക്ടേഴ്സ് ആകുമ്പോൾ പല രീതിയിലുള്ള അഭിനയം ആവശ്യപ്പെടാം. അതൊക്കെ ഉള്ളപ്പോഴും ആക്ടറിൻ്റെ പണി അഭിനയിക്കുക തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ ഫോം അനുസരിച്ച് നമ്മൾ അതിലേക്ക് എടുക്കുന്ന അപ്രോച്ച് മാറും, നമ്മുടെ മെത്തേഡ് മാറും, നമുക്ക് കൊടുക്കേണ്ട കോൺസെൻട്രേഷൻ വേറെ തരത്തിൽ മാറും. ഇപ്പോൾ നാടകത്തിലാണെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ അതിലേക്ക് പോകുക എന്നുള്ളതാണ്. സിനിമയിൽ എവിടെ നിന്ന് ചോദിച്ചാലും നമ്മൾ അവിടേക്ക് അപ്പം എത്താൻ പറ്റുക, അങ്ങനത്തെ ആ ഒരു അതിലേക്ക് എത്തുന്ന രീതി വേറെയാണ്. അങ്ങനെ എനിക്ക് വ്യത്യാസം തോന്നിയിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഏതൊരു നാടകം കണ്ടിട്ട് അന്ന് ഇങ്ങനെ ഒരു ഡയറക്ടറി ഒക്കെ ഉണ്ടാവും, ആക്ടേഴ്സിൻ്റെ ഫോട്ടോയും അഡ്രസ്സും നമ്പറൊക്കെ വെച്ചിട്ട്. അപ്പം ഇതുപോലെ ഞാൻ എന്തോ ഒരു നാടകം ചെയ്തത് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമായിട്ട് അന്നത്തെ ഈ ഡയറക്ടറി ചെയ്യുന്നവർ അവരെല്ലാ വർഷവും ഒരു കുട്ടിയൊന്ന് സെലക്ട് ചെയ്യും ഫ്രീ ആയിട്ട്. അല്ലെങ്കിൽ നമ്മൾ എത്രയോ രൂപ കൊടുത്തിട്ടാണ് ആ ബുക്കിൽ നമ്മുടെ എല്ലാ വിവരം ഉണ്ടാവുക. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, കനീനെയാണ് ഞങ്ങൾ ഈ വർഷം എന്തോ ഒരു പെർഫോമൻസ് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവർ പറഞ്ഞു ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പം ഞാനന്ന് ഇതുപോലെ സിനിമയിൽ എനിക്കൊന്നും ആലോചിച്ചിട്ടില്ല. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഞാൻ ശരി അങ്ങനെ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ഒരു ഫോട്ടോയും ഇതൊക്കെ ഇട്ടു. അപ്പോൾ അതിൽ നിന്ന് ആളുകൾ വിളിക്കും, ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഇങ്ങനെ നേരെയുള്ള അല്ലെങ്കിൽ പ്രൊഫൈൽ ഇങ്ങനത്തെ ഫോട്ടോ അതൊക്കെ ഇടും. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്ന സമയത്ത് എനിക്ക് തോന്നി കുറേ ആലോചിക്കും അത് നല്ലതാണെന്ന് തോന്നി. കാരണം പണ്ട് എല്ലാവർക്കും ഒന്നും അപ്പോഴും ആ ടാലൻറ്റ്, നമ്മളെല്ലാ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും കണ്ടെത്താനൊന്നും ചിലപ്പോൾ പറ്റില്ല. കാരണം വീട്ടിൽ നിന്ന് വിടണം. ഇങ്ങനെ ഇപ്പം ഞാൻ നാടകം കളിക്കാൻ എൻ്റെ വീട്ടിൽ നിന്ന് വിട്ടത് കൊണ്ടും അങ്ങനത്തെ പ്രിവിലേജ് എനിക്ക് ഉള്ളത് കൊണ്ടാണ് അത് പറ്റിയത്. പക്ഷേ എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതിനേക്കാളും ടാലൻ്റൊക്കെ ഉള്ള കുട്ടികളെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരൊന്നും കണ്ടെത്താനോ ചിലപ്പം അറിയാനോ തിരിച്ചറിയപ്പെടാതെ പോവാം. അത്രയും എന്തോ വീട്ടിൽ നിന്ന് സപ്പോർട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു സാഹചര്യം കൊണ്ട് എത്തിപ്പെട്ടവർ മാത്രമേ ആളുകൾ കാണുള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതിൻ്റെ ഒരു ഗുണം, എല്ലാത്തിനും ദോഷവും ഗുണവും ഉണ്ടാവും, പക്ഷെ ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ടാലൻറ്റഡ് ആയിട്ടുള്ള പല തരത്തിലുള്ള കഴിവൊക്കെ ഉള്ള ആളുകളെല്ലാം നമുക്ക് പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കും. നമുക്കപ്പോൾ പിന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റൂലെന്ന്, നമുക്ക് വേണ്ടത് അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി കുറച്ചും കൂടെ പണ്ടത്തെ കാലത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറേ കൂടി എല്ലാവരും വിസിബിളായിട്ട് കിട്ടുന്നുണ്ട്. ആ രീതിയിൽ വളരെ നല്ലതാണ്. പക്ഷേ ഇങ്ങനെ ഒരു അഭിനയിക്കണം, സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ടൊരു, അതിപ്പോൾ പണ്ടും ഇപ്പോഴൊക്കെ ഉണ്ടാവുമായിരിക്കും ആ ഒരു നമ്മൾ ഇടുന്ന എഫേർട്ട്. ശരിക്കും ആ സിനിമ എന്ന് പറയുന്ന സിനിമയോടുള്ള ആകർഷണമാണോ, അതോ പ്രശസ്തിയോടുള്ള ആകർഷണമാണോ, അതോ അഭിനയത്തിനോടുള്ള ആകർഷണമാണോ, കലയോടുള്ളതാണോ? ഇതൊക്കെ വേറെ വേറെ കാറ്റഗറി ആണോ? അപ്പം ഞാൻ പറയുന്നില്ല പ്രശസ്തി ആഗ്രഹിക്കുന്ന മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ അവരവരുടെ ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന്, നമ്മൾ അഭിനയമാണോ എന്ന് തിരിച്ചറിയുക. അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് സിനിമ എന്നൊരു കലയാണോ ഇഷ്ടപ്പെടുന്നത്, അതിൻ്റെ ഭാഗമാകണം എന്നാണോ, അതോ എനിക്കതിൻ്റെ പണം മാത്രം മതി അങ്ങനെയാണോ? അങ്ങനെയൊക്കെ നമ്മളെ എന്താണ് അതിലേക്ക് അടുപ്പിക്കുന്നതെന്ന് തിരിച്ചറിയുകയും അതിനനുസരിച്ചുള്ള പണിയാണ് അപ്പോൾ ഒരാൾ എടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരും ചിലപ്പോൾ ഈ അഭിനയം മാത്രം ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു കലയോടുള്ള ഒരു ആർട്ടിസ്റ്റ് ആവണം എന്നുള്ളവരാവണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ഓരോരുത്തരും ഓരോന്നായിരിക്കും. പക്ഷെ എന്നാലും എല്ലാവർക്കും ഒരു അവസരം കിട്ടുന്നതുകൊണ്ട് എനിക്ക് സോഷ്യൽ മീഡിയ ആ രീതിയിൽ
നല്ലതാണെന്ന് തോന്നി. എത്രയോ പേർക്ക് ചിലപ്പോൾ അവസരം കിട്ടാറില്ല. അപ്പോൾ അവരുടെയൊക്കെ ഒരു ടാലൻറ്റ് ഷോക്കേസെങ്കിലും ചെയ്യാൻ അവിടെ പറ്റുന്നുണ്ട്. ആ രീതിയിൽ നല്ലതാണ്. പക്ഷേ എപ്പോഴും തിരിച്ചറിയേണ്ടത് നമ്മൾ എന്താണ് ശരിക്കും സിനിമ ഇഷ്ടമാണെന്ന് പറയുമ്പോഴും അതിൽ അഭിനയിക്കാൻ മാത്രം ഇഷ്ടമുള്ള ആളാണോ, അതിൻ്റെ കൂടെ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതിനെയാണോ ഇഷ്ടം, അത് തിരിച്ചറിയുന്നത് നല്ലതാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ വളർച്ചയ്ക്ക്. പിന്നെ നമ്മൾ ഇങ്ങനെ അല്ലായിരുന്നു ഞാൻ വരേണ്ടതെന്ന് പിന്നെ റിഗ്രറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പിന്നെ തിരിച്ചു നോക്കുമ്പോൾ നമുക്ക് ഇതല്ലായിരുന്നു എൻ്റെ വഴി എന്നൊന്നും തോന്നാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു അറിവ് ഉണ്ടായിരിക്കണം എന്താണ് എന്നെ അതിലേക്ക് ആകർഷിക്കുന്നത്, അതിനനുസരിച്ചാണ് പണിയെടുക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിക്കണം കേൾക്കാൻ ഇങ്ങനെ അഭിനയം പഠിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നമുക്കൊരു ടാലൻറ്റ് പോരെ. എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾക്ക് ടാലൻറ്റ് ഇപ്പം അഭിനയം മാത്രമല്ല, പാട്ട് പാടുന്നതാണെങ്കിലും ഡാൻസ് കളിക്കുന്നതാണെങ്കിലും എല്ലാത്തിനും നമുക്കൊരു ടാലൻറ്റ് നമ്മൾ ജനിച്ചപ്പോഴുള്ള കുറേ കഴിവുകളുമായിട്ട് തന്നെയായിരിക്കും നമ്മൾ ജനിച്ച് വീഴുന്നത് തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ആ കഴിവിനെ ഏറ്റവും അതിൻ്റെ പൂർണ്ണതയിലും അതിൻ്റെ എല്ലാ വിധത്തിലുള്ള റേഞ്ചിൽ എത്തിപ്പിക്കാൻ നമ്മളതിനെ വളരെ സൂക്ഷ്മമായിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തന്നെ പഠിക്കണമെന്നോ 2 വർഷം ഒരേ ക്ലാസ്സിലിരുന്ന് തന്നെ പഠിക്കണം എന്നോ ഒന്നും അർത്ഥമില്ല. നമ്മൾ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ നമ്മൾ ജീവിച്ച് തീരുന്നവരെ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ആ ഒരു മനസ്സ് തുറന്നിടുക എന്നുള്ളതും ആ ഒരു ഒബ്സർവേഷൻ, പിന്നെ നമ്മളെക്കാളും അനുഭവമുള്ള ആളുകൾ വരുമ്പോൾ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ അവരിന്ന് പഠിക്കാൻ പറ്റുക, അതൊക്കെ എല്ലാവരും അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു സീക്കിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പം നമ്മൾ പ്രോഗ്രസ് ചെയ്യും. അല്ലെങ്കിൽ വളരെ സ്ലോ പതുക്കെ നമ്മൾ വളരുള്ളൂ എന്ന് എനിക്ക് തോന്നും. അപ്പോൾ ആ രീതിയിൽ ഞാൻ സീക്ക് ചെയ്ത് പോയതല്ലെങ്കിലും ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്തപ്പെട്ടതാണ് ഇതിലേക്ക്. എന്നാലും എനിക്ക് ആ പഠിക്കുന്ന സ്ഥലങ്ങളിൽ എത്തപ്പെടാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പണ്ടേ എൻ്റെ ഒരു ടീച്ചർ പറയായിരുന്നു, നമുക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ് കറുപ്പും വെള്ളയും ചേർത്ത ഗ്രേ എന്നുള്ള നിറം കിട്ടുന്നുള്ളത്. അപ്പം നമ്മൾ തന്നെ പഠിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറേ കാലം എടുത്തായിരിക്കും അത് കണ്ടുപിടിക്കുക. പക്ഷേ ഇത് ഓൾറെഡി ലോകത്തിലുള്ളൊരു വിവരമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിക്കാൻ പോകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഓൾറെഡി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ള അറിവൊക്കെ നമുക്ക് മനസ്സിലാക്കി പിന്നെ നമ്മുടെ കഴിവും ആ അറിവിൻ്റെ മുമ്പിലേക്ക് പോയാൽ മതി. നമ്മൾ ഇത് അതാണ് ആ ഫാസ്റ്റായിട്ട് നമുക്ക് അവിടെ എത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. ഫാസ്റ്റ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ എഫിഷ്യൻ്റായിട്ട് എത്താൻ പറ്റും എന്നുള്ളതാണ്. അതൊക്കെ എങ്ങനെ സിനിമയുടെ അഭിനയത്തിനാണെങ്കിലും ഒക്കെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന പലതരത്തിലുള്ള ഡയറക്ടേഴ്സ് ആയിരിക്കാം, പലതരത്തിലുള്ള ടീമായിരിക്കാം, അവരുടെ കഥ പലതാണ് എപ്പോഴും. എങ്കിലും അഭിനയ രീതി ചില ഡയറക്ടറിന് നമ്മൾ വളരെ സട്ടിൽ ആൻഡ് വളരെ അണ്ടർ പ്ലേ ചെയ്ത് അഭിനയിച്ചാൽ മതി തോന്നും. ചിലർക്ക് നമ്മൾ പെർഫോം ചെയ്യണമെന്നുണ്ടാവും. അങ്ങനെ പല ഡിമാൻഡുകൾ ആ കഥയ്ക്കും കഥയുടെ ഇതിൻ്റെ ആവശ്യത്തിന് അതിൻ്റെ പെർഫോമൻസിൻ്റെ രീതിയൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഇൻറ്റ്യൂഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് അത് ചിലപ്പോൾ എല്ലാവർക്കും കിട്ടില്ല. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ അതും കിട്ടുമായിരിക്കും. പക്ഷേ എല്ലാവരും ഒരേ രീതിയിൽ ടാലൻറ്റഡ് ഒന്നും ആവണമെന്നില്ല പലപ്പോഴും. അപ്പം നമുക്ക് അങ്ങനെ ഒരു ക്രാഫ്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് അത് കുറച്ചുകൂടെ എളുപ്പം അത് ഡെലിവർ ചെയ്യാൻ സഹായിക്കും. അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ, ഗ്രാസ്പ് ചെയ്യാൻ, ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് അതുപോലെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ പഠിക്കുന്ന പലപ്പോഴും ഈ പറഞ്ഞ പോലെ എന്താണ്, നമ്മൾ സിനിമയ്ക്കാണെങ്കിലും ഒരു നാടകം ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണെങ്കിലും അൾട്ടിമേറ്റ്ലി പെർഫോം ചെയ്യുന്ന ഡേ, സിനിമയ്ക്ക് ആ അഭിനയിക്കുന്ന ഓക്കെ ആവുന്ന ടേക്ക്, ഇതിൻ്റെ ഇടയിലുള്ളൊരു സമയമുണ്ട് നമ്മൾ ഇതിലേക്ക് എത്താനുള്ള പ്രിപ്പറേഷൻസ് ആയിട്ടുള്ള. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആ കഥ കിട്ടുന്ന ദിവസം അല്ലെങ്കിലും വീട്ടിലിരിക്കുമ്പോഴൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന, ഒരു ആക്ടറിന് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലിപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി മെഡിറ്റേഷൻ ഒരു കാര്യമൊന്നുമില്ലാന്ന് തോന്നിയാലും മെഡിറ്റേഷൻ ചിലപ്പോൾ ഒരു ആക്ടറിനെ സഹായിക്കും. ചിലപ്പോൾ നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റ് പഠിക്കുന്നത് ഒരു ആക്ടറിനെ സഹായിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളേതായിട്ടുള്ള കണ്ടെത്തുന്നതൊക്കെ സഹായിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് പഠിക്കാവുന്ന ഒരു കരിക്കുലം നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ ചിലപ്പോൾ എല്ലാ ദിവസവും അഭിനയിക്കാനായിട്ട് പോകുന്നുണ്ടാവില്ല. അപ്പോൾ ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ആ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാനും ഒന്നിലേക്ക് പെട്ടെന്ന് പോയി അതിനെ കൊടുക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഒരു ആക്ടേഴ്സിന് അങ്ങനെ ഒരു ഡിസിപ്ലിൻ വേണമെന്നൊക്കെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം ആ ഒരു നമ്മൾ ഒരു എക്യുപ്ഡായിട്ട് വരുന്ന ഒരു ആക്ടർ എപ്പോഴും ബാക്കിയുള്ളവരെ, ആ ടീമിനെ ഏറ്റവും സഹായിക്കും നമ്മുടെ പെർഫോമൻസ് വൈസ്. പിന്നെ ഈ പറഞ്ഞ പോലെ പല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുക, മറ്റൊന്ന് വളരെയധികം മാറി നിന്നുള്ളൊരു ഡെലിവറി കൊടുക്കാൻ പറ്റുക, ഇതൊക്കെ നമ്മൾ പഠിക്കുകയും സൂക്ഷ്മ നിരീക്ഷണം ഉള്ളവർക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒരേ സിനിമയിലെ പോലെ സ്വാഭാവികമായിട്ട് നന്നായിട്ടൊക്കെ ചെയ്യുന്നുണ്ടാവും, ഹോണസ്റ്റ് ആയിരിക്കും, പക്ഷെ ഒരു റെപ്പറ്റീഷനൊക്കെ തോന്നും. എങ്ങനെയാണ് നമ്മൾ ഒന്നൊന്ന് മാറി ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ. അപ്പം ഇതൊന്നും പഠിച്ചവർക്കും എല്ലാം കിട്ടണം എന്നല്ല, പക്ഷെ നമ്മുടെ റേഞ്ചിനെ ഏറ്റവും
ഏറ്റവും അതിൻ്റെ എക്സലൻറ്റ്. ഇപ്പം ചിലപ്പം നമ്മുടെ റേഞ്ച് ഇത്തിരി കാണത്തുള്ളൂ, അതിനെ പോലും നമ്മുടെ ബെസ്റ്റ് ആക്കാൻ നമുക്ക് പഠിച്ചാൽ പറ്റും. പക്ഷെ പഠിച്ചില്ലെങ്കിൽ നമ്മൾ ആ ഒരു ലേസി അതിനകത്ത് മാത്രമേ നിൽക്കുള്ളൂ. അതിൽ നിന്നൊരു പോയിന്റ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത് പറ്റാതെ വരാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.